ന്യൂസ് ട്രെൻഡ്സിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. നമ്മൾ പരിശോധിച്ചതുപോലെ ഇനി തുടർച്ചയായി നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് അവിടെ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ ലീഗ് നടത്തുന്നു. ഇന്നലെ നടക്കാനിരുന്നതാണ് UDFന്റെ ഉന്നതാധികാര സമിതി യോഗം. UDF യോഗത്തിൽ പ്രധാനമായും സീറ്റ് ചർച്ചയായിരുന്നു നടക്കേണ്ടിയിരുന്നത്. സീറ്റ് പ്രഖ്യാപനത്തിന് ശേഷം കോട്ടയത്ത് കേരള കോൺഗ്രസും ഒപ്പം തന്നെ മലബാറിൽ മുസ്ലിം ലീഗും അവരുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനിരുന്നതാണ്. പക്ഷേ അതിൽ ലീഗ് UDF യോഗം നീണ്ടുപോയതാണ് തടസ്സമായി മാറുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് കടുത്ത സമ്മർദ്ദത്തിലാണ്. അവർ 3-ാം സീറ്റ് എന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ന്യൂസ് 18 തന്നെ പുറത്തുവിട്ടതാണ് ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യം. ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇക്കാര്യം ന്യൂസ് 18നോട് തന്നെ തുറന്നു പറഞ്ഞതാണ്. എന്തായാലും ആ നിലപാടിൽ നിന്നും ലീഗ് പിന്നോട്ട് പോയിട്ടില്ല. ലീഗ് ശക്തമായി തന്നെ 3-ാം സീറ്റ് ആവശ്യം ഉന്നയിക്കുകയാണ്. ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോവേണ്ടതില്ല എന്നതാണ് ലീഗ് തീരുമാനം. ഇന്നോ നാളെയോ നടക്കുന്ന UDF യോഗത്തിൽ ഈ വിഷയം ശക്തമായി തന്നെ ലീഗ് നേതൃത്വം ഉന്നയിക്കുന്നു. ലീഗിന്റെ ഈ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുമോ എന്ന രാഷ്ട്രീയ ചോദ്യം സ്വാഭാവികമായും പ്രസക്തമാണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ വഴങ്ങാതെ എന്തെങ്കിലും സെറ്റിൽമെന്റ് ഉണ്ടായാൽ ലീഗിന് മറ്റെന്ത് പരിഗണന നൽകുമെന്ന കാര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഒരു രാജ്യസഭാ സീറ്റ് കൂടിയാണോ, അങ്ങനെയെങ്കിൽ അതിന് കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ലീഗിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാനും ഇത്തവണ നീക്കമുണ്ടെന്നുള്ളതാണ്. അതായത് മലപ്പുറം, പൊന്നാനി ഇങ്ങനെ 2 സീറ്റുകളാണ് നിലവിൽ ലീഗിനുള്ളത്. ആ 2 സീറ്റുകളിൽ ഒരിടത്ത് ഒരു പുതുമുഖത്തിന് പരിഗണന കിട്ടുമെന്നതാണ്. ഫിറോസ് ബാബുവോ അല്ലെങ്കിൽ PK ഫിറോസോ KM ഷാജിയോ അങ്ങനെ പല പേരുകളും ലീഗ് കേന്ദ്രങ്ങളിൽ ചർച്ചയാവുന്നുണ്ട്. പുതുമുഖങ്ങളെ എന്തുകൊണ്ട് പരീക്ഷിക്കുന്നില്ല, അവസരം നൽകുന്നില്ല എന്ന വിമർശനം ദീർഘനാളുകളായി ലീഗ് കേൾക്കുന്നതാണ്. ഇക്കാര്യങ്ങളിലൊക്കെ എന്ത് എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണ് നമ്മൾ ഈ മണിക്കൂറിൽ പരിശോധിക്കുന്നത്. CV അനുമോദ് മലപ്പുറത്തുണ്ട്. അനുമോദ്, ഇന്നലെ നടക്കേണ്ടിയിരുന്ന UDF യോഗം ഇന്നലെ ഈ നിയമസഭാ കക്ഷി യോഗം, നിയമസഭാ സമ്മേളനം നീണ്ടുപോയതിനാൽ നടക്കാനായിട്ടില്ല. എന്തായാലും ലീഗ് വിഷയം ശക്തമായി ഉന്നയിക്കാൻ തന്നെ നിലപാടെടുക്കുന്നു. പതിവ് പോലെ ലീഗിന്റെ ഒരു സമ്മർദ്ദം എന്നതിനപ്പുറത്തേക്ക് അതിനും അപ്പുറം ഈ നിലപാട് ശക്തമായി ഉന്നയിച്ച് പിന്നോട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കാൻ തന്നെയാണോ ലീഗിന്റെ തീരുമാനം? അത്ര ശക്തമായ നിലപാടിൽ തന്നെയാണോ മുസ്ലിം ലീഗ് ഉള്ളത്? അനുമോദ്, ലീഗിനെ സംബന്ധിച്ച് ഇനി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ലീഗിനറിയാം. അതുകൊണ്ട് തന്നെയാണ് മുൻപൊന്നുമില്ലാത്ത രീതിയിൽ 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നത്. നമുക്കറിയാം, ആദ്യമൊക്കെ മുൻകാലങ്ങളിലൊക്കെ ഈ ഒരു ആവശ്യം ചില നേതാക്കൾ ഉന്നയിക്കും. പക്ഷേ നേതൃനിരയുള്ളവർ അത് സമവായത്തിലൂടെ പരിഹരിക്കാമെന്ന് പരസ്യമായിട്ട് പറയും. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ 3-ാം സീറ്റ് എല്ലാ തവണയും ചോദിക്കുന്ന പോലെ അല്ലെന്ന് പരസ്യമായിട്ട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായത് വളരെ ശ്രദ്ധേയമായ ഒന്നായിട്ട് വേണം കാണാൻ. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് 3-ാം സീറ്റ് ഇത്തവണ വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണെന്ന് അവർക്ക് അറിയാം. മാത്രമല്ല, ഇത് കാലങ്ങളായിട്ട് അവർ ഉന്നയിക്കുന്നു. UDF നേതൃത്വം ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ആ സീറ്റ് അവകാശപ്പെട്ടതാണെങ്കിലും ഞങ്ങൾക്ക് തരാൻ നിവൃത്തിയില്ല, സഹകരിക്കണമെന്ന് പറഞ്ഞ് സഭായത്തിൽ പിരിയുന്ന ഒരവസ്ഥ. പക്ഷേ ഇത്തവണ അങ്ങനെ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ലീഗ് നേതൃത്വമുള്ളത്. അത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന MLA-മാരുടെ യോഗത്തിലാവട്ടെ, മലപ്പുറത്ത് ചേർന്ന ലീഗിൻ്റെ നേതൃയോഗത്തിലാവട്ടെ ഇതേ വികാരമാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ ഒരു ചർച്ചകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത 2-3 ദിവസം ഈ ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ്. കാരണം ലീഗിലെ പ്രധാന നേതാക്കൾ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും എല്ലാം തന്നെ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. ലീഗിൻ്റെ തന്നെ ആസ്ഥാന മന്ദിരത്തിൻ്റെ രജിസ്ട്രേഷനും മറ്റു നടപടികളൊക്കെ നാളെയാണുള്ളത്. അതുകൊണ്ട് അവർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. PM സലാമും ദുബായിലേക്ക് പോകാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ 2 ദിവസങ്ങളിൽ, അതായത് ഈ PCC അധ്യക്ഷനും അതുപോലെ തന്നെ VD സതീശനും മലപ്പുറത്ത് സമരാഗ്നിയുമായിട്ട് എത്തുന്ന ദിവസങ്ങളിൽ ലീഗ് നേതൃത്വത്തിൻ്റെ പ്രധാന നേതാക്കളൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ചർച്ച ഈ 2 ദിവസം ഉണ്ടാകാനുള്ള സാധ്യത കുറവ്. അതിപ്പോൾ വീണ്ടും ഈ ഒരു സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്താണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് 3-ാം സീറ്റ് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവർ അതിൽ ഉറച്ചു നിൽക്കും. ഒരുപക്ഷെ രാജ്യസഭാ സീറ്റ് എന്ന വലിയ വാഗ്ദാനമൊക്കെ എല്ലാ തവണത്തെയും പോലെ കോൺഗ്രസ് നൽകും. പക്ഷേ നിരാകരിക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്തുതന്നെയാണെങ്കിലും ഇത് ഇത്തവണ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ലീഗിനെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇടതു മുന്നണിയിലേക്ക് ക്ഷണവും മറ്റ് സംഭവവികാസങ്ങളും ഒക്കെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതും അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ നമ്മൾ തന്നെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ 3-ാം സീറ്റ് എന്നൊരു ആവശ്യത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു പരിണാമം വേണ്ട രീതിയിലൊരു പരിഗണന കിട്ടിയില്ലെങ്കിൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ലീഗിനെ സംബന്ധിച്ച് മുന്നണി മാറാനുള്ള ഒരു കാരണം വരെ ഇതാക്കി ഉന്നയിക്കാനുള്ള ഒരു സാധ്യത, ഒരു സാഹചര്യം. തീർച്ചയായിട്ടും അനുമോദ് ഒന്ന് തുടരുക. NP ചേക്കുട്ടി, മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്.
ശ്രീ എൻ പി ചേക്കുട്ടി, ലീഗ് 3-ാം സീറ്റ് എന്ന ആവശ്യം പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചു. പക്ഷേ ഇപ്പോൾ ലീഗ് കേന്ദ്രങ്ങൾ പറയുന്നത് ഇക്കാര്യത്തിൽ തങ്ങൾ വിട്ടുവീഴ്ചയില്ല, ഇത് സമ്മർദ്ദമായിട്ടല്ല, ഇത് നേടിയെടുക്കുക എന്ന് തന്നെയാണ് തങ്ങളുടെ ഉദ്ദേശമെന്ന്. നിലവിലെ UDFന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ച ചെയ്താലേ UDFന് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൂടി അനുവദിച്ച് കിട്ടും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം UDFിലുണ്ടോ? താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ലീഗിന്റെ ആവശ്യത്തിനകത്ത് പിന്നെ അവരുടെ പോപ്പുലേഷൻ ഫിഗറും അവരുടെ നിയമസഭയിലുള്ള സീറ്റുകളും ഒക്കെ നോക്കിയാൽ കോൺഗ്രസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യായമായിട്ടും അവർക്ക് 3 സീറ്റ്, ഒരുപക്ഷെ അതിൽ കൂടുതൽ സീറ്റുകൾ പോലും, കാരണം UDFന്റെ സീറ്റിന്റെ പശ്ചാത്തലം ഒരു ആവറേജ് നോക്കിയാൽ അവർക്കുണ്ട്. പക്ഷെ ഉള്ള സാങ്കേതികമായ നിരവധി പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉയർന്നു വരും. ലീഗിന്റെ അവകാശവാദത്തെ ആരും നെഗേറ്റ് ചെയ്യാറില്ല. പക്ഷേ മറ്റ് രാഷ്ട്രീയമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതിലൊന്ന് കോഴിക്കോട് സീറ്റാണ് അവര് ചോദിക്കാനിടയുള്ള ഒരു സീറ്റ്. അവർക്ക് ധാരാളം പിന്നെ അനുയായികളുടെ ഒരു പ്രദേശമാണ്. നേരത്തെ ഒരു കാലത്ത് CH മുഹമ്മദ് കോയ അടക്കമുള്ള ആളുകൾ പാർലമെന്റിൽ ജയിച്ചു പോയ സീറ്റാണ് കോഴിക്കോട്. അതുകൊണ്ട് കോഴിക്കോട് ആണ് ഒരു സാധ്യത. പിന്നെ ഒന്ന് വടകരയാണ്. അപ്പൊ ഈ വടകര അങ്ങനെയുള്ള കണ്ണൂർ, ഈ മലബാർ പ്രദേശത്തുള്ള സീറ്റുകളൊക്കെ തന്നെ അവിടെ ഇപ്പോഴുള്ള ആളുകളെ മാറ്റിക്കൊണ്ട് കോൺഗ്രസിന് ഒരു സീറ്റ് ലീഗിന് കൊടുക്കുക എന്നുള്ളത് UDFനകത്തും കോൺഗ്രസിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് പോലും പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണത്. അതുകൊണ്ട് അവരിപ്പോൾ ഇന്ന് ഉന്നയിക്കുന്നത് ന്യായമായ ആവശ്യം തന്നെയാണ്. പക്ഷേ ഞാൻ കരുതുന്നത് അവർ ആ വിഷയത്തിൽ മറ്റ് രാജ്യസഭാ സീറ്റോ മറ്റെന്തെങ്കിലും കാൽക്കുലേഷനോ വെച്ചുകൊണ്ട് അവരെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് പോകും. കാരണം കോൺഗ്രസിൽ ഏറ്റവും പ്രബലരായിട്ടുള്ള ആളുകൾ, MK രാഘവനായാലും ശരി, കെ മുരളീധരനായാലും ശരി, സുധാകരനായാലും ശരി, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ വളരെ പ്രബലരായിട്ടുള്ള ആളുകളാണ്. അവരെ മാറ്റിക്കൊണ്ടൊരു സീറ്റ് ലീഗ് വാങ്ങുക എന്ന് പറയുമ്പോൾ അത് മുന്നണിക്ക് അകത്തുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവരെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് യഥാർത്ഥത്തിൽ. യെസ്, നന്ദി എൻ പി ചേക്കുട്ടി. ശ്രീ KPR റഹ്മത്തുള്ള നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീ റഹ്മത്തുള്ള, ഈ ലീഗിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ലീഗ് പല കാലത്തും UDFിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ആ അർത്ഥത്തിൽ ഗുണം ചെയ്തിട്ടില്ല. 5ാം മന്ത്രി പോലെയുള്ള കാലഘട്ടം നമുക്ക് മുന്നിലുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ ഈ 3-ാം സീറ്റ് എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബാക്കിയെല്ലാം സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ 3-ാം സീറ്റ് എന്ന ലീഗ് സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ളൂ. പക്ഷേ നമുക്കറിയാം UDFിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ ലീഗ് അങ്ങേയറ്റം നിർണായകമായ ഘടകമാണ്. ലീഗിനെ പിണക്കി ഒരു രാഷ്ട്രീയ നീക്കത്തിനും കോൺഗ്രസ് തയ്യാറാവുകയില്ല താനും. പക്ഷേ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗ് സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുമോ? അങ്ങനെ കരുതാനാകുമോ? ഈ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ആവശ്യം ഒരിക്കലും കോൺഗ്രസ് വഴങ്ങാൻ സാധ്യതയില്ല എന്നതാണ് സത്യം. എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും മുസ്ലിം ലീഗ് 3-ാം സീറ്റ് എന്ന അവകാശവാദം ഉന്നയിക്കുകയും പിന്നീട് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. മുസ്ലിം ലീഗ് എന്ത് പറഞ്ഞാലും ഇന്ത്യയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ വേണ്ടതുണ്ട് എന്ന കോൺഗ്രസിന്റെ ആവശ്യം ഒടുവിൽ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിലവിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കൊണ്ട് മുസ്ലിം ലീഗ് തൃപ്തിപ്പെടാനാണ് ഞാൻ കാണുന്ന സാധ്യത. പക്ഷേ ആ രാജ്യസഭാ സീറ്റ് നമുക്കറിയാം, ആ രാജ്യസഭാ സീറ്റിന്റെ ലഭ്യത എന്ന് പറയുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ സ്വാധീനിക്കുന്നതാണ്. കാരണം ഇനി ഒഴിവരുന്ന സീറ്റുകളിൽ കോൺഗ്രസിന് എത്ര ആളുകളെ ജയിപ്പിക്കാനാവും, കോൺഗ്രസിന് ജയിക്കാൻ കഴിയുമോ, UDFിന് ഒരു സീറ്റിൽ ജയിക്കാൻ കഴിയുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ രാജ്യസഭ എന്ന കിട്ടാൻ സാധ്യത വിദൂരമായ ഒരു സാധ്യതയിലേക്ക് ലീഗ് വഴങ്ങിക്കൊടുത്ത് അവർ ഒതുങ്ങിപ്പോകുമോ? അങ്ങനെ കരുതണോ? ഇപ്പോൾ നിലവിലുള്ള മുസ്ലിം ലീഗിന്റെ 2 ലോക്സഭാ സീറ്റുകളിൽ തന്നെ ആര് മത്സരിക്കണം എന്നതിനെ കുറിച്ച് പാർട്ടിയിൽ ശക്തമായ ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, മുന്നണി വിട്ട് ഇടതുപക്ഷത്തേക്ക് പോകണമെന്ന് പാർട്ടിയിലെ തന്നെ ശക്തമായ ഒരു വിഭാഗം വാദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരുന്നത്. മുസ്ലിം ലീഗ് എന്തായാലും 3-ാം സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മുന്നണി വിടുമെന്നോ കോൺഗ്രസുമായി തെറ്റിപ്പിരിയുമെന്നോ ഒരിക്കലും നമ്മൾ കരുതേണ്ടതില്ല. കാലാകാലങ്ങളിൽ 3-ാം സീറ്റ് എന്ന്
മൂന്നാം സീറ്റ് ഏത് സീറ്റ് എന്നതിനെ കുറിച്ച് പോലും മുസ്ലിം ലീഗ് ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. മാത്രമല്ല, ഇനി കോൺഗ്രസ് മൂന്നാം സീറ്റ് അനുവദിച്ചു എന്ന് തന്നെ വെക്കുകയാണ്. മുസ്ലിം ലീഗിന് സ്വന്തം നിലയിൽ പൊന്നാനിയെ പോലെയും മലപ്പുറത്തെ പോലെയും സ്വന്തം നിലയിൽ ജയിക്കാൻ കഴിയുന്ന മറ്റൊരു സീറ്റും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വടകരയാണെങ്കിലും കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും ഒക്കെ ലീഗിന് സ്വാധീനമുള്ളത് ഈ പ്രദേശങ്ങളിലൊക്കെയാണ്. ഈ സീറ്റുകളിൽ ഒന്നിലും മുസ്ലിം ലീഗിന് സ്വന്തമായി കോൺഗ്രസിന്റെ പരിപൂർണ പിന്തുണയുണ്ടായാൽ പോലും ജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് സത്യം. പക്ഷേ മുസ്ലിം ലീഗ് അണികളെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് രൂപത്തിലുള്ള ഒരു ചോദ്യവും കിട്ടിയാൽ ഒരു രാജ്യസഭാ സീറ്റ് കിട്ടട്ടെ എന്ന ഒരു അഴകുഴമ്പൻ നയവുമാണ് ഈ സീറ്റ്. എല്ലാ കാലത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വേളയിലും മൂന്നാം സീറ്റിന് അവകാശവാദം ഉന്നയിക്കുകയും ഇപ്പോൾ തരാൻ കഴിയില്ല എന്ന കോൺഗ്രസിന്റെ അഭിപ്രായം കേട്ട് തിരിച്ചു പോരുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മുസ്ലിം ലീഗിന്. ഏതായാലും താങ്കൾ ഒന്ന് തുടരുക. നമുക്ക് താങ്കൾ പറഞ്ഞ ആ വാദത്തിന്റെ ഒരു തുടർച്ച ചർച്ചയിൽ ആവശ്യമാണ്. ഞാൻ അതിലേക്ക് തന്നെ വരിക. താങ്കൾ ഒന്ന് തുടരുക, അല്പം സമയം തുടരുക. അനുമോദുണ്ട് മലപ്പുറത്ത് തന്നെ. അനുമോദ്, നമുക്ക് രണ്ടാമത് പരിശോധിക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗിലെ ഈ സമ്മർദ്ദതന്ത്രം ഏത് തരത്തിൽ ഫലം ചെയ്യുന്നു എന്നതിനപ്പുറം ലീഗിന്റെ ഇത്തവണത്തെ പരിഗണനാ പട്ടികയിൽ ഒരു പുതുമുഖം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. ചില സാധ്യതകളൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ അനുമോദ് തന്നെ മുമ്പ് മലപ്പുറത്ത് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഫിറോസ് ബാബുവിൻ്റെയും PK ഫിറോസിൻ്റെയും KM ഷാജി അങ്ങനെ പേരുകളൊക്കെ പുതുമുഖമായി ഇത്തവണത്തെ ഈ നിലവിലുള്ള 2 സീറ്റുകളിൽ ഒന്നിൽ ഒരു പുതുമുഖത്തെ പരീക്ഷിക്കുക, അങ്ങനെ ഒരു ചെറിയ ആലോചനകളിലേക്ക് ലീഗ് വരുമെന്ന് കേൾക്കുന്നു. അത്തരം വിപ്ലവകരമായ ചിന്തകളിലേക്ക് ലീഗ് കടക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഈ ഫൈസൽ ബാബുവിൻ്റെ പേരും PK ഫിറോസിൻ്റെ പേരൊക്കെ മുമ്പ് ചർച്ചകളിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ആലോചന പല കേന്ദ്രങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അത്തരത്തിൽ മുതിർന്ന നേതാക്കളെ മാറ്റി ഒരു യുവ നേതാവിനെ പരീക്ഷിക്കാൻ ലീഗ് തയ്യാറാകുമെന്ന് ഈ നിമിഷവും നമുക്ക് കരുതാനാകില്ല. കാരണം ET മുഹമ്മദ് ബഷീറിനെ പോലെയും സമദാനിയെ പോലെയും മുതിർന്ന നേതാക്കളെ മാറ്റി അവിടേക്ക് ഫൈസൽ ബാബുവിനെയോ ഫിറോസിനെയോ കൊണ്ടുവരിക എന്നത് ലീഗിനെ സംബന്ധിച്ച് വലിയൊരു തലമുറ മാറ്റത്തിന്റെ സൂചന. അതിനു മാത്രം ലീഗ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മൂന്നാം സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അതൊരു യുവ നേതാവിന് നൽകും എന്ന തരത്തിലാണ് ലീഗിനുള്ളിലെ ആഭ്യന്തരമായിട്ട് നടക്കുന്ന ചർച്ചകളിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ മലപ്പുറത്തും അതാണ്. ശ്രീ KP റഹ്മത്തുള്ള, താങ്കൾ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ലീഗിനകത്ത് ഒരു പുതുമുഖത്തിന് സീറ്റ് കൊടുത്ത് ഒരു പരീക്ഷണം നടത്താൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടോ? ലീഗ് നേതൃത്വം അങ്ങനെ ചിന്തിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത് മുസ്ലിം ലീഗ് നേതൃത്വം ഒരിക്കലും സമദാനിയെയോ ET മുഹമ്മദ് ബഷീറിനെയോ മാറ്റി ഒരാളെ പുതിയതായി കൊണ്ടുവരുമെന്ന് ഞാൻ കരുതുന്നില്ല. മണ്ഡലം വെച്ചു മാറാനുള്ള സാധ്യത മാത്രമാണ് ഞാൻ കാണുന്നത്. സമദാനി പൊന്നാനിയിലേക്കും ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്കും മാറുക എന്നത്. മുമ്പ് തന്നെ കുഞ്ഞാലിക്കുട്ടിയും ETയും മത്സരിച്ചിരുന്ന സമയത്ത് ഈ ആഗ്രഹം ET മുഹമ്മദ് ബഷീർ പ്രകടിപ്പിച്ചിരുന്നതാണ്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തയ്യാറില്ലാത്തത് കൊണ്ടാണ് അന്ന് അത് നടക്കാതെ പോയത് എന്നാണ് മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിരുന്ന വിവരം. എന്ന് മൂന്നാം സീറ്റ് കിട്ടുകയാണെങ്കിൽ PK ഫിറോസോ അല്ലെങ്കിൽ KP റഹ്മത്തുള്ള, താങ്കളൊന്ന് തുടരുക. ശ്രീ ET മുഹമ്മദ് ബഷീർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ET, ഒരു പുതുമുഖത്തെ ലീഗ് ആലോചിക്കുന്നു, അങ്ങനെ ചില ആലോചനകൾ ലീഗ് കേന്ദ്രങ്ങളിൽ നടക്കുന്നു, അങ്ങനെ പുതുമുഖങ്ങൾക്കും പരിഗണന വേണ്ടേ എന്നൊരു ചിന്തയൊക്കെ ലീഗിൽ നടക്കുന്നതായി ചർച്ചയുണ്ട്. ശരിയാണോ അത്? അത് ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയില്ലല്ലോ. സീറ്റിന്റെ തീരുമാനം വന്നതിന് ശേഷം അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. അതിപ്പോ തുടങ്ങുമോ? അതല്ലാതെ നമ്മളിപ്പോ സീറ്റിന്റെ സംഗതി എങ്ങനെ, ഏത് വനിതാ പ്രാതിനിധ്യം അല്ലെ പിന്നെ യുവജന, ഇതൊക്കെ വളരെ ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. അതൊന്നും ആ ഡിസ്കഷനിലേക്കൊന്നും പോയിട്ടില്ല. അപ്പൊ പോവാതെ നമ്മൾ നിങ്ങളോട് എന്തെങ്കിലും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അത് വസ്തുതാപരമാവില്ലല്ലോ. അതതിന്റെ സംഗതി. ഈ ചർച്ചകൾക്ക് ഇനി ഏറെ സമയമില്ല, അതൊരു കാര്യം. അതിനുമപ്പുറം ഒരു കാര്യം കൂടി, താങ്കൾ മുമ്പ് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു, മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യം ലീഗ് ഇത്തവണ ശക്തമായി ഉന്നയിക്കും. അത് തങ്ങളുടെ നിലപാടാണ്, തങ്ങൾക്ക് അതിൻ്റെ അർഹതയുണ്ട് എന്ന കാര്യം ആവർത്തിച്ചു. ലീഗിൻ്റെ അർഹത സംബന്ധിച്ച് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനോ UDF നേതൃത്വത്തിനോ ഒന്നും ഒരു തർക്കം ഉണ്ടാവില്ല. ഈ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോവോ? ഇല്ല, തീരെ ഇല്ല. ഇല്ല, പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇല്ല. മൂന്നാം സീറ്റ് മലബാറിൽ തന്നെ ഒരു മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിലേക്ക് ശക്തമായി തന്നെ ഉന്നയിക്കും. അതിലേക്കൊന്നും പോയില്ല. ഏത് സീറ്റാണോ? ഞങ്ങൾക്ക് മൂന്നാം സീറ്റ് താരതമ്യേന മുസ്ലിം ലീഗിന് കൂടുതൽ സ്വാധീനമുള്ള ആ മേഖല നോക്കി പറയും. അതല്ലാതെ ഇന്ന സീറ്റ് എന്നുള്ള ഡിസ്കഷനിലേക്ക് പോയിട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് മത്സരിക്കുന്നതിൽ
കൂടുതൽ സാഹചര്യങ്ങളുള്ള സ്ഥലം നോക്കിയിട്ട് രണ്ട് കൂട്ടരും തമ്മിലുള്ള ചർച്ചയിലൂടെ അത് ഫൈനലൈസ് ചെയ്യും. അതിൽ സംശയമില്ല. ഈ ലീഗ് UDF നേതൃയോഗം നീണ്ടു പോവുകയാണ്. എന്ന് നടക്കും? ഇന്നോ നാളെയോ ആ യോഗം ഉണ്ടാകുമോ? ആ യോഗത്തിൽ തന്നെ ഈ ആവശ്യം ഉന്നയിക്കോ? അത് ആ യോഗത്തിൽ ആവശ്യമുള്ള ശക്തിയായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 3ാമത്തെ സീറ്റ് നിർബന്ധമായിട്ടും വേണമെന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റിനെ എപ്പോഴാ വിളിക്കാന്ന് വെച്ചാൽ ഈ അസംബ്ലിന്റെ ഒക്കെ നോക്കിയിട്ട് അവരെപ്പോഴാ വിളിക്കാന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ ഈ നിലപാടിൽ മാറ്റമില്ല. എന്ന് വിളിച്ചാലും ലീഗ് ഇത്തരം ആവശ്യം ഉന്നയിക്കും, പക്ഷേ പിന്നീട് ചില വിട്ടുവീഴ്ചകൾക്ക് വിധേയമാകും എന്നതാണ് പൊതുവിൽ എല്ലാവരും പറയുന്ന ഒരു വിമർശനം. ആ വിമർശനത്തിന് അർത്ഥം പ്രാവശ്യം ഞങ്ങൾ വിട്ടുവീഴ്ച എന്നല്ല, ഞങ്ങൾ അർഹപ്പെട്ട ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ആരുടെയും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയാ ആ നിലയിലുള്ള ഒരു ഇതല്ല. ഞങ്ങൾ എടുക്കുന്ന വളരെ ന്യായമായ കാര്യമാണ്. UDFന്റെ വളരെ ശക്തിയായിട്ടുള്ള നിലപാട് അതിനോടൊപ്പം നിന്ന് ചെയ്ത കൂട്ടരാണ്. ഈ കാര്യത്തിൽ ഞങ്ങളുടെ ഒരു ക്ലെയിം 100% ശരിയാണെന്ന് കോൺഗ്രസ് അടക്കമുള്ള എല്ലാവരും സമ്മതിക്കുന്നതാണ് ഈ നാട്ടിൽ. അപ്പൊ പിന്നെ അത് തരില്ല അല്ലെങ്കിൽ കിട്ടില്ല എന്ന് യാതൊരു അർത്ഥമില്ല. ഞങ്ങൾക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഈ കണ്ണൂർ സീറ്റിൽ ഇത്തവണ കെ സുധാകരൻ മത്സരിക്കാൻ അദ്ദേഹത്തിന് സമ്മതമല്ല എന്ന കാര്യം പരസ്യമാക്കിയിട്ടുള്ളതാണ്. അതിലൊരു അനിശ്ചിതത്വം നിൽക്കുകയാണ്. അപ്പോൾ കണ്ണൂർ അടക്കമുള്ള സീറ്റുകൾ അങ്ങനെ സുധാകരൻ മത്സരിക്കുന്നെങ്കിൽ ആ സീറ്റ് ഞങ്ങൾക്ക് തന്നുകൂടെ എന്ന നിലപാട് ലീഗ് അങ്ങനെ ഉന്നയിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. ലീഗിന്റെ സീറ്റിന്റെ ഓപ്ഷൻ ലീഗ് ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഇതിന്റെ എണ്ണം തീരുമാനിച്ചതിന് ശേഷമേ അത് ചർച്ച ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്യുള്ളൂ. അതിലേക്ക് പിന്നെ തീരെ പോകുന്ന ആ ചർച്ച പോയിട്ടല്ലോ. ഈ 3 എന്നുള്ളത് അംഗീകരിച്ചതിന് ശേഷമല്ലേ അത് വരിക. അപ്പൊ അത് വരുന്ന സമയത്ത് അതല്ലാതെ ഇപ്പൊ മറ്റൊരു മുൻഗണനയോ അല്ലെങ്കിൽ മറ്റൊന്നും അതിൽ വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ശരിക്കും ഒരു ചർച്ച നടക്കാത്തൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊന്ന് ചോദിക്കുന്നത് നിങ്ങളെ കൂടി തെറ്റിദ്ധരിപ്പിക്കലാവില്ലേ? അതല്ല, അതിലേക്ക് പോയിട്ടില്ല. ഇപ്പം നമുക്കറിയാം ലീഗ് കോൺഗ്രസ് അത് ഒരു യോഗത്തിലിരുന്ന് നടക്കുന്ന ചർച്ച മാത്രമല്ല. 3ാം സീറ്റ് എന്ന ആവശ്യം യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ സ്വാഭാവികമായും നേതാക്കളോട് നിങ്ങൾ അറിയിച്ചിട്ടുണ്ടാവും. വളരെ അനുഭാവപൂർവമായ ഒരു നിലപാടാണോ ഈ VD സതീശൻ, കെ സുധാകരൻ അങ്ങനെയുള്ള നേതാക്കൾക്ക് കോൺഗ്രസിൽ നിന്ന്? അല്ല, അങ്ങനെയല്ല. അതിലേക്കൊക്കെ കയറിയിട്ടുള്ള വർത്തമാനം പറയേണ്ടത് നോക്കാം. അതിന്റെ ഒരു ഘട്ടത്തിലല്ലേ ഇപ്പോൾ വന്നാൽ ഇത് ഡിസ്കഷൻ അതിന്റെ പ്രോഗ്രസ് നിൽക്കല്ലേ. അപ്പൊ അതൊരു തീരുമാനമാകാതെ ഇതില് പറയുന്നത് പിന്നെ നമ്മൾ പറയുമ്പോ എന്താ പറയാ, ഞങ്ങൾ അങ്ങനെ ഒരു പ്രൊവോക്ക് ചെയ്യുന്നവരല്ല. ഞങ്ങൾ കൃത്യമായിട്ട് നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അതല്ലാതെ ചുറ്റും നാളെ CPM അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒരു ധാരണയിലേക്ക് നാളത്തെ ദിവസം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ലീഗിലെയും UDFിലെയും ആലോചനകൾ എങ്ങനെ നീണ്ടുപോകുന്നത് ശരിയാണോ? അല്ല, അത് സ്പീഡപ്പ് ചെയ്യണം. സംശയം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ തീരുമാനം വളരെ വേഗത്തിൽ തന്നെ വേണം. ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ ഒക്കാത്തൊരു പരിസ്ഥിതിയുണ്ട്. അത് നോക്കട്ടെ, അതിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ നോക്കട്ടെ. തീർച്ചയായിട്ടും. യെസ്, വളരെ നന്ദി ET മുഹമ്മദ് ബഷീർ ഞങ്ങൾ പ്രതികരിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന സുശക്തമായ നിലപാട് വീണ്ടും ET മുഹമ്മദ് ബഷീർ ആവർത്തിക്കുന്നു, ലീഗ് നേതൃത്വം ആവർത്തിക്കുന്നു എന്നതാണ്. ഒപ്പം പുതുമുഖത്തിനെ പരീക്ഷിക്കുമോ എന്ന ചോദ്യത്തിലും ഇക്കാര്യത്തിൽ ആലോചനകൾ നടക്കുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹവും പറയുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ആലോചനകൾ തന്നെയാണ് ലീഗ് നേതൃത്വത്തിൽ നടക്കുന്നത്. അനുമോദ്, ഒരു കാര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം വ്യക്തമാണ്. ഈ ലീഗ് നേതൃത്വം വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. മുമ്പ് അനുമോദിനോട് പറഞ്ഞ നിലപാട് തന്നെ ET ആവർത്തിക്കുന്നു. ലീഗ് ഈ നിലപാട് തന്നെ മുന്നണി യോഗത്തിലും നേതാക്കളോടും എടുത്താൽ ഒരുപക്ഷെ ഇത്തവണത്തെ സീറ്റ് ചർച്ച UDFിൽ പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ കരുതണോ? തീർച്ചയായും ഞാനിപ്പോഴും കരുതുന്നത് ലീഗ് നേതാക്കളെല്ലാം തന്നെ പരസ്യമായിട്ട് ഇത് കണിശമായിട്ട് വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, മുന്നണിയെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടത്തിലേക്ക് ഇത് എത്തിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു ആവശ്യം ശക്തമായിട്ട് അവർ എല്ലാ യോഗത്തിലും ഉന്നയിക്കും. അത് 2 തരത്തിലാണ്: അണികളെ തൃപ്തിപ്പെടുത്തുക, അതിനപ്പുറം ഇത് സീറ്റ് വാങ്ങിയെടുക്കുക എന്ന ആവശ്യത്തിനും കൂടിയാണ്. പക്ഷേ ഇത് ഈ ഒരു സീറ്റ് തന്നില്ലെങ്കിൽ ഞങ്ങൾ മുന്നണി വിടുമെന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നുമില്ല. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ അവർ രാജ്യസഭാ സീറ്റിൽ തൃപ്തരാകേണ്ടി വരും. പക്ഷേ 3ാം സീറ്റ് കിട്ടാൻ ഏതറ്റം വരെയും ലീഗ് സമ്മർദ്ദം ചെലുത്തും. അവർക്ക് കഴിയാവുന്ന രീതിയിലെല്ലാം അതിനുള്ള ശ്രമങ്ങളും അവർ നടത്തും.
നേതാക്കളൊക്കെ തന്നെ പരസ്യമായിട്ട് തന്നെ മൂന്നാം സീറ്റിന് വേണ്ടി ഇത്രയും ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ലീഗ് കോൺഗ്രസിൽ അത്രമാത്രം സമ്മർദ്ദം ചെലുത്തുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. കോൺഗ്രസ് അത് എങ്ങനെ നേരിടുമെന്ന കാര്യത്തിലാണ് കണ്ടറിയുന്നത്. കാരണം ഇപ്പോൾ തന്നെ ലീഗിനും കോൺഗ്രസിനും ഇടയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അനയിക്കുമുണ്ട് എന്നൊക്കെ തരത്തിൽ പ്രചാരണങ്ങൾ ശക്തമാണ്. ഇടതുപക്ഷം തുടർച്ചയായിട്ട് ലീഗിനെ പുകഴ്ത്തുന്നു, കോൺഗ്രസിനെ ഇകഴ്ത്തുന്നു. ആ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് കോൺഗ്രസ് സമ്മർദ്ദത്തിലാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഇത് മൂന്നാം സീറ്റിനെ ചൊല്ലി ഒരു മുന്നണി മാറ്റം ഉണ്ടാകില്ല. പക്ഷേ മുന്നണി മാറുകയാണെങ്കിൽ അതിലെ ഒരു കാരണം ഒരു പക്ഷേ മൂന്നാം സീറ്റ് ആയേക്കാം ഭാവിയിൽ. കൃത്യമായ നിരീക്ഷണമാണ് അനുമോദ്, അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. എന്തായാലും ലീഗ് മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ്. അത് ലീഗ് നേതൃത്വം ആവർത്തിക്കുന്നു. ഇന്ന് അല്പസമയം മുമ്പ് ഇ ടി മുഹമ്മദ് ബഷീറും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടെടുത്തു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ UDFന്റെ ഈ സീറ്റ് വിഭജന ചർച്ചകളിൽ എന്ത് സംഭവിക്കുമെന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ലീഗ് നേതൃത്വം വഴങ്ങിക്കൊടുക്കേണ്ടി വന്നാൽ ലീഗിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിന് മറ്റെന്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന ചോദ്യം കൂടിയുണ്ട്. ലീഗ് CPM ബാന്ധവം അതിങ്ങനെ ചർച്ചയാവുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഈ സീറ്റ് ചർച്ച കോൺഗ്രസിനും ലീഗിനുമിടയിൽ ഒരു വിടവുണ്ടാക്കുമോ വീണ്ടും എന്ന ചോദ്യം കൂടി ഉയരുന്നത്. അതാണ് നമ്മൾ പരിശോധിച്ചത്. അനുമോദടക്കമുള്ള പ്രതിനിധികൾ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇനി പരിശോധിക്കുന്നത് കോട്ടയത്തെ സാഹചര്യമാണ്. കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം ആദ്യം പൂർത്തിയാവുന്ന ലോക്സഭാ മണ്ഡലമായി കോട്ടയം മാറുന്നു എന്നതാണ് സാഹചര്യം. അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. ഒപ്പം UDFും പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കുകയാണ്. എന്താണ് കോട്ടയത്തിന്റെ ചിത്രം? നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.